അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവ് അമേരിക്കൻ ഫെഡറൽ കോടതി തടഞ്ഞു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് അധികാര പരിധിയിൽ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും അമേരിക്കൻ കോൺഗ്രസിന് മാത്രമേ, അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പേരാണ് അമേരിക്കൻ കോൺഗ്രസിന് മാത്രമേ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് ഫെഡറൽ കോടതി വിധിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. അവിടെ ഗുഡ് ഈവനിങ് പറയുന്നു. ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയുടെ വിധി പ്രതീക്ഷിച്ചതാണോ? ഗുഡ് മോർണിംഗ് SKN. കോടതികളിൽ പലതിലും ഇത്തരം കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിധി ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപും പ്രതീക്ഷിച്ചതാണ്. നമുക്കറിയാം, ഏപ്രിൽ 2 വിമോചന ദിനം എന്ന പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അധിക നികുതി ഡൊണാൾഡ് ട്രംപ് ചുമത്തുകയുണ്ടായി. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിലപേശലുകളും ഒക്കെ ഇപ്പോഴും വാഷിംഗ്ടണിൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ ഈ ഫെഡറൽ ട്രേഡ് കോടതി ഇത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ഇറക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അനുവദിച്ചിരിക്കുന്ന അധികാര പരിധിക്കും അപ്പുറമാണ് അധിക ചുങ്കം ഏർപ്പെടുത്തുവാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം എന്നാണ് 3 അംഗ ഫെഡറൽ കോടതി പറയുന്നത്. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് ആക്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട 2 കേസുകളിലാണ് കോടതി വലിയ തോതിൽ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങളെയൊക്കെ പുനഃക്രമീകരിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഈ വിധി ഒരു താൽക്കാലിക തിരിച്ചടി തന്നെ നൽകിയിരിക്കുകയാണെന്ന് വേണം വിലയിരുത്തുവാൻ. താരിഫുകൾ നിർമ്മാതാക്കളെ അമേരിക്കയിലേക്ക് ഫാക്ടറികൾ സ്ഥാപിച്ച് ജോലികളൊക്കെ US തിരികെ കൊണ്ടുവരുവാൻ നിർബന്ധിതരാക്കുമെന്നും അതുപോലെ ഈ ഫെഡറൽ ബജറ്റ് കമ്മി കുറയ്ക്കുന്നതിന് ആവശ്യമായ വരുമാനം ഉണ്ടാക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ തീരുവ ഏർപ്പെടുത്തിയത്. കോടതി വിധിയുമായി ബന്ധപ്പെട്ട വൈറ്റ് ഹൗസിന്റെ പ്രതികരണം അല്പമണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. വ്യാപാര കമ്മി ഒരു ദേശീയ അടിയന്തരാവസ്ഥയിലേക്ക് തുല്യമാണെന്നും വൈറ്റ് ഹൗസ് വക്താവ് കുഷ് ദേശായി പറയുകയുണ്ടായി. വ്യാപാര കമ്മി അമേരിക്കയിൽ സമൂഹങ്ങളെ ഇല്ലാതാക്കുന്നു, തൊഴിലാളികളെ പിന്നിലാക്കുന്നു, അതുപോലെ പ്രതിരോധ വ്യവസായ അടിത്തറയൊക്കെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ കോടതിക്ക് ഒരിക്കലും തർക്കിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണെന്നാണ് കുഷ് ദേശായി പറയുന്നത്. പക്ഷേ ഇതോടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് വ്യാപാര മേഖല സുപ്രീം കോടതിയിലേക്ക് നീങ്ങും എന്നാണ് ഈ വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.